ക്യൂട്ടായ നല്ല രസത്തിൽ ഒരു പുഞ്ചിരിയോടെ കാണാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ സിനിമ ബി ബോട്ട് എ സൂ. എന്ത് രസമാണെന്ന് അറിയാം സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് സോറയെ കണ്ടു കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ഒരു ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു സിനിമ കണ്ടത് കഴിഞ്ഞ ദിവസമാണ്. ഈ സിനിമ 2011 ഇറങ്ങിയതാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഇതിൽ ശ്രദ്ധിക്കുന്നത്. മാറ്റ് ഡാംസൺ എന്ന് പറയുന്നത് നമ്മളെ മാർഷ്യാനിലൊക്കെ ഉള്ള ഒരു നായകനാണ് സിനിമയിലുള്ളത്. പിന്നെ സ്കാർലറ്റ് ജോഹാൻസൺ ഉണ്ട്. പിന്നെ പിന്നെ അങ്ങനെ നമ്മളെ സ്പൈഡർമാനിലുള്ള സാൻഡ്മാൻ ഉണ്ടല്ലോ, അയാളുണ്ട്. അതാണ് എനിക്ക് അറിയുന്ന കുറച്ച് ആളുകൾ. സിനിമ എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. ഒരു മാറ്റ് ഡാംസൺ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ബെഞ്ചമിൻ മീ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ തൻ്റെ ഭാര്യ കാതറിൻ ഭയങ്കര ലവ് ആയിട്ട് മാരേജ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ കാതറിൻ മരണപ്പെടുകയാണ്. അപ്പോൾ ഒരു അസുഖം വന്ന് മരണപ്പെടുകയാണ്. അപ്പോൾ ഭാര്യ മരിച്ചതിന് 7 മാസങ്ങൾക്ക് ശേഷം അവർക്ക് 2 മക്കളുണ്ട്. ഒരു 14 വയസ്സുള്ള ഒരു പയ്യനും പിന്നെ ഒരു 7 വയസ്സുള്ള ചെറിയൊരു പെൺകുട്ടിയും. അങ്ങനെ ഇവർ 3 പേരും ഈ ഒരു കാതറിൻ മരിച്ച, എൻ്റെ ഭാര്യ മരിച്ച, അല്ലെങ്കിൽ ആ കുട്ടികളുടെ അമ്മ മരിച്ച ആ ഒരു ട്രോമയിലാണ്. ഇപ്പോൾ 7 മാസം കഴിഞ്ഞിട്ടും പിള്ളേരെ ശ്രദ്ധിക്കുമ്പോൾ അത് ഒരു അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു ദുഃഖം ഉണ്ടല്ലോ, പിന്നെ അത് ഭാര്യ ഇല്ലാത്തതിൻ്റെ ദുഃഖവും എല്ലാം കൂടെ ബെഞ്ചമിനുണ്ട്. അങ്ങനെ ടോട്ടലി ഈ ഒരു ലൈഫ് സ്റ്റൈലും പിന്നെ ഈ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഡൈലൻ ആണെങ്കിൽ സ്കൂളിൽ നിന്ന് ചില കാര്യങ്ങൾ കൊണ്ട് പുറത്താക്കപ്പെടുന്നു. അപ്പോൾ അമ്മയെ വേണ്ടുന്ന ഒരു സമയമാണ് കുട്ടികൾക്ക് 2 പേർക്കും. പക്ഷേ ബെഞ്ചമിൻ എന്ത് വിചാരിക്കും? ബെഞ്ചമിൻ കുട്ടികൾക്ക് പുതിയൊരു സ്റ്റാർട്ട്, അല്ലെങ്കിൽ തങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി മറ്റെവിടേക്കെങ്കിലും പോവുക, ഇപ്പോഴത്തെ വീട് വിൽക്കുക, തൻ്റെ സമ്പാദ്യം മുഴുവനായിട്ടും മറ്റൊരു സ്ഥലത്ത് വീടൊക്കെ വാങ്ങി അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലെത്തും. അങ്ങനെ ഇവർ ഒരു പ്രോപ്പർട്ടിയൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് മകള് വലിയൊരു വീട് കാണും. അങ്ങനെ അച്ഛാ ഇത് മതി എന്ന് പറയുന്നു. അങ്ങനെ അവരവിടെ പോയി നോക്കുമ്പോഴാണ് വീടൊക്കെ അടിപൊളി തന്നെ, അവർക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബെഞ്ചമിൻ പറഞ്ഞു, ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണിത്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്കിത് വാങ്ങാം. അതായത് ഒരു പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന ഒരു അടിപൊളി നല്ലൊരു വീട്. അങ്ങനെ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവരിത് വാങ്ങാൻ പോകുമ്പോഴത്തെ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ പറയാണ്, നിങ്ങളിത് വാങ്ങുകയാണെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്, ഒരു സൂ. ആ സൂവും കൂടെ വാങ്ങുന്നവർക്ക് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുള്ളൂ. അപ്പോൾ തങ്ങളൊരു സൂ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു പ്രോപ്പർട്ടിയാണ് വാങ്ങാൻ പോകുന്നത്. ഇപ്പം ക്യാഷ് ഒന്നും പ്രശ്നമല്ല, ക്യാഷൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ സൂവിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതൊരു 7 വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു സൂ ആണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അസുഖബാധിതരായിട്ടുള്ള ഒരുപാട് മൃഗങ്ങളുണ്ട്, ഒരുപാട് അസൗകര്യങ്ങളുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ശമ്പളം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ അവരുടെ ലൈഫൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്ന സമയത്താണ് ഈ ഒരു വീടും ഈ ഒരു പ്രോപ്പർട്ടി മൊത്തമായിട്ട് ഏറ്റെടുക്കാൻ നമ്മുടെ ബെഞ്ചമിൻ എത്തുന്നത്. അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ച് തിരിച്ചു പോകുമ്പോഴാണ് ഈ കുട്ടി, 7 വയസ്സുള്ള ചെറിയൊരു മോളുണ്ട്. ആ മോള് ഈ പറയുന്ന പ്രകൃതിയോടും അവിടെയുള്ള മയില്, അവിടെയുള്ള കിളികൾ, അതിനോടൊക്കെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവുന്നത് നമ്മുടെ ബെഞ്ചമിൻ കാണുന്നത്. അങ്ങനെ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് അവർക്കിതൊരു പുതിയ സ്റ്റാർട്ടായിരിക്കും, അതൊരു നല്ലൊരു സ്ഥലമാണ്, പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടും. നമുക്കും ഉണ്ടാവില്ല, നമ്മുടെ വീട്ടിലൊരു ഡോഗോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ അല്ലെങ്കിൽ കിളികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അതിനൊക്കെ നോക്കണം എന്നുള്ളതിൻ്റെ ഒരു കഷ്ടപ്പാട് വേറെ ഉണ്ട്. പക്ഷെ എന്നാലും അവറ്റകളൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു സന്തോഷവും സമാധാനവും, പിന്നെ വീട്ടിലൊരു ആനയൊക്കെ ഉണ്ടെങ്കിൽ എന്നൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ, കുതിരയും മറ്റേ സിംഹവും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു ചൈൽഡ്ഹുഡ് നമുക്കുണ്ടാവില്ലേ. കുറച്ച് വീമ്പ് കഥകളൊക്കെ നമ്മൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് പറയും, ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്വപ്നം അയാൾക്ക് സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബെഞ്ചമിൻ വിചാരിക്കുമ്പോൾ ഇത് ഓക്കെ, ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ തിരഞ്ഞെടുക്കാം, ഒരു ജോലിയുമായി ഈ ഒരു സൂവിൻ്റെ ഓണറുമായി ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗവുമായി. അങ്ങനെ ബെഞ്ചമിൻ തൻ്റെ കുട്ടികൾക്കും തൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടും ആ ഒരു സൂ വാങ്ങിക്കുകയാണ്. അങ്ങനെ വി ബോട്ട് എ സൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ അവിടെ ആരംഭിക്കുകയാണ്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഒക്കെ വന്നിട്ട് ഇത് ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്താൽ മാത്രമേ അവർക്കത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനനുസരിച്ച് വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും അവർ പണം മുടക്കി അത് ശരിയാക്കാൻ നോക്കുന്നു. അവിടുത്തെ മൃഗങ്ങളെ പരിപാലിക്കുന്നു, അസുഖങ്ങളുള്ള മൃഗങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ ടോട്ടലി പിന്നീട് നമുക്കൊരു മനസ്സ് കുളിർപ്പിക്കുന്ന, ഒപ്പം തന്നെ അവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ബെഞ്ചമിൻ ക്ലിയർ ചെയ്തു പോകുന്നതും ഒക്കെയാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. ഭയങ്കര കാമായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് വി ബോട്ട് എ സൂ എന്ന് പറഞ്ഞൊരു സിനിമ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളത്, ഇത്തരം ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അത് ഭയങ്കര രസമായിരിക്കും അല്ലേ. നമുക്ക് സ്വന്തമായിട്ടൊരു സൂ, സിംഹവും കടുവയും പിന്നെ ജിറാഫില്ല സീബ്രയും കുതിരയും ഒക്കെ കൂടെയുള്ള ഒരു വലിയൊരു പ്രോപ്പർട്ടി നമ്മുടെ സ്വന്തം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അതെ, ഇവിടം സ്വർഗമാണെന്നൊരു സിനിമയില്ലേ, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്.
അതിൽ മോഹൻലാലിൻ്റെ ആ ഒരു കഷ്ടപ്പാടും ആ പശുവിനെ പരിപാലിക്കുന്നതും ആ ഒരു ഡേ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൽ ഈ സിനിമയിലെ നമ്മുടെ നായകനും ചെയ്യുന്നത്. അടിപൊളി സിനിമയായിട്ട് എനിക്ക് തോന്നി, നല്ലൊരു സിനിമയായിട്ട് തോന്നി. ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സൂ ഉണ്ട്, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ബയോഗ്രാഫിക്കൽ അഡാപ്റ്റേഷൻ എന്നുള്ള പോലെയാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നി അതിൻ്റെ അവസാനം എഴുതി കാണിക്കുന്നത്. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ്.